Hello and welcome to Everyday English Speaking and Writing Skills. ഇംഗ്ലീഷ് പഠിക്കാൻ സംസാരിക്കാൻ വേണ്ടി ഡെയിലി യൂസ് സ്പോക്കൺ ഇംഗ്ലീഷ് വാചകങ്ങളാണ് ഈ ചാനലിൽ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വേറെ വാചകങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എത്ര രാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്? എത്ര രാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്? How many countries have you been to? How many countries have you been to? How many countries? എത്ര രാജ്യങ്ങൾ have you been to? Been to എന്നാൽ നിങ്ങൾ പോയിട്ടുണ്ട്, അതായത് പോയി വന്നിട്ടുണ്ട് എന്ന മീനിങ് ആണ്. So have you been to? നിങ്ങൾ പോയിട്ടുണ്ട്. How many countries? എത്ര രാജ്യങ്ങൾ. So എത്ര രാജ്യങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ട്. How many countries have you been to? ചിലപ്പോൾ പലരും ഹൗ മെനി കൺട്രീസ് ഹാവ് യു ഗോൺ ടു, കാരണം മലയാളത്തിൽ പോകുക എന്നത് ഇംഗ്ലീഷിൽ ഗോൺ അല്ലെങ്കിൽ ഗോയിങ് എന്നാണ്, അല്ലെങ്കിൽ ഗോ. അപ്പോൾ ഹൗ മെനി കൺട്രീസ് ഹാവ് യു ഗോൺ ടു. പക്ഷെ ഇവിടെ ഗോൺ ടു ബീൻ ടു എന്നതിന്റെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗോൺ ടു എന്ന് പറഞ്ഞാൽ പോകുക മാത്രമാണ് അതിന്റെ അർത്ഥത്തിൽ വരുന്നത്. ബീൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോയി വന്നിട്ടുണ്ട് എന്ന മീനിങ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിങ്ങൾ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്നതിന് ഗോൺ ടുവിന് പകരം ബീൻ ടു യൂസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? വിച്ച് ആർ ദ കൺട്രീസ് യു ഹാവ് വിസിറ്റഡ്? വിച്ച് ആർ ദ കൺട്രീസ്? വിച്ച് ആർ ദ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ യു ഹാവ് വിസിറ്റഡ്. വിസിറ്റ് പറഞ്ഞാൽ സന്ദർശിക്കുക. സോ നിങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? വിച്ച് ആർ ദ കൺട്രീസ് യു ഹാവ് വിസിറ്റഡ്. നിങ്ങൾ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ പോയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ കൺട്രീസ് you have been to? Which are the countries you have been to? അപ്പോൾ നേരത്തെ നമ്മൾ which are the countries you have visited എന്നാണ് ചോദിച്ചത്. ഇവിടെ which are the countries you have been to, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നതിനെ നമുക്ക് ഇവിടെ been to ന് പകരം visited എന്ന് വേണമെങ്കിൽ പറയാം. which are the countries you have visited? which are the countries you have visited? നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? which are the countries you wish to visit? which are the countries? ഏതൊക്കെയാണ് രാജ്യങ്ങൾ you wish to visit? you wish എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത്, വിസിറ്റ് ചെയ്യാനായി. which are the countries you wish to visit? നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? Among all the countries you have visited, which country do you like the most? Among all the countries you have visited. Among all the countries, അതായത് എല്ലാ രാജ്യങ്ങളിൽ വെച്ച്, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ വെച്ച്, which country do you like the most? Like the most എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. So which country do you like the most? ഏത് കൺട്രി ഏത് കൺട്രിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? From among all the countries you have. ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. Only he can talk authoritatively about this. Only he can talk authoritatively about this. ആധികാരികമായി എന്നതിനെ ഇംഗ്ലീഷിൽ authoritatively എന്നാണ് പറയേണ്ടത്. ഓക്കെ, authoritatively. അപ്പോൾ ഇവിടെ only he എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാത്രമേ authoritatively ആധികാരികമായി ടോക്ക് ചെയ്യാൻ പറ്റൂ ഇതിനെക്കുറിച്ച്. only he can authoritatively about this. നിങ്ങളിപ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? വാട്ട് ബിസിനസ് ആർ യു ഡൂയിങ് നൗ? വാട്ട് ബിസിനസ് ആർ യു ഡൂയിങ് നൗ? ഡൂയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. സോ ഡൂയിങ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നത്.
കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ റെസ്റ്റോറന്റ് നടത്തി വരികയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ റെസ്റ്റോറന്റ് നടത്തി വരികയാണ്. I have been running this restaurant for the last 5 years. I have been running this restaurant for the last 5 years. Last 5 years എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് 5 years കഴിഞ്ഞ 5 വർഷം. ഇവിടെ നമുക്ക് ഈ ലാസ്റ്റിന് പകരം യു ക്യാൻ ഓൾസോ സേ പാസ്റ്റ് 5 years. ഓക്കെ, അപ്പോ I have been running a restaurant for the past 5 years. അങ്ങനെ പറയാം, അല്ലെങ്കിൽ for the last 5 years അങ്ങനെയും പറയാം. ഇവിടെ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ റെസ്റ്റോറന്റ് നടത്തി വരികയാണ് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോവുകയാണ് എന്നതിനെ മലയാളത്തിൽ നടത്തുക എന്നാണ് പറയുന്നത്. റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുക. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ നടത്തുക എന്നതിനെ റണ്ണിങ് എ ബിസിനസ്, റണ്ണിങ് എ റെസ്റ്റോറന്റ് എന്നാണ് പറയുക. രണ്ടും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വാക്കുകളാണ്. നടക്കുക എന്നത് ഇംഗ്ലീഷിൽ വാക്കാണ്, പക്ഷേ റെസ്റ്റോറന്റ് നടത്തുന്നതിനെ ഇംഗ്ലീഷിൽ റണ്ണിങ് എ റെസ്റ്റോറന്റ് റൺ എന്ന് പറഞ്ഞാൽ ഓടുക. ഇൻട്രസ്റ്റിംഗ് ഡിഫറൻസ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, വളരെ ചെറുപ്പം മുതലേ അച്ഛന്റെ കടയിൽ ഞാൻ പണി ചെയ്യുമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ അച്ഛന്റെ കടയിൽ ഞാൻ പണി ചെയ്യുമായിരുന്നു. From a very young age, I used to work in my father's shop. From a young age, I used to work in my father's shop. From a very young age എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായം തൊട്ട് I used to work ഞാൻ ജോലി അല്ലെങ്കിൽ പണി ചെയ്യുമായിരുന്നു. Used to work എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ in my father's shop അച്ഛന്റെ കടയിൽ I used to work from a very young age. എൻ്റെ അച്ഛൻ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. My father was a big inspiration to me. My father was a big inspiration to me. പ്രചോദനം എന്നതിനെ ഇംഗ്ലീഷിൽ ഇൻസ്പിറേഷൻ എന്നാണ് പറയുക. അപ്പോൾ മൈ ഫാദർ, എൻ്റെ അച്ഛൻ, വാസ് എ ബിഗ് ഇൻസ്പിറേഷൻ ടു മീ, വലിയൊരു പ്രചോദനമായിരുന്നു ടു മീ, എനിക്ക്. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.